ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഫസ്റ്റ് പരിപാടി പിള്ളേർക്ക് പാല്. അവർ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റു, 5:30 വീണ്ടും കിടന്നുറങ്ങി. പിള്ളേർക്ക് പാല് കൊടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഫസ്റ്റ് രാവിലെ എല്ലാം റെഡി ആണെങ്കിൽ പിന്നെ പരിപാടി എന്താ പറയുക, താടിയൊക്കെ ശരിയാക്കുക. എല്ലാ ദിവസവും തല ഷേവ് ചെയ്യുക. ഇപ്പം സമയം 7 o'clock. ഗെറ്റ് റെഡി യു ഫ്ലസ്. കറക്റ്റായിട്ട് പൊന്തി വരുന്നുണ്ടാ. 7 മണിയാകുമ്പോഴേക്കും ആൾക്കാരൊക്കെ അത്ര ഡീസൻ്റ് പിള്ളേരാ. ഷേവ് ചെയ്യാനായിട്ട് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ സാധനം ഉപയോഗിക്കുന്നുണ്ടോ? ദിസ് ഈസ് മൈ ഷേവിങ്. 7 കൊല്ലമായി ഈ സാധനം. ഇതിൻ്റെ തല മാത്രമേ മാറ്റിലുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫംഗസും തേങ്ങയും വാങ്ങിയെല്ലാം. അതാ ചെളിയൊക്കെ ഓക്കെ. വേറെ സ്പെഷ്യൽ സാധനങ്ങളോ സ്പെഷ്യൽ ബ്യൂട്ടി കിറ്റൊന്നുമില്ല. എന്നിട്ട് ഞങ്ങളിതേ കുറച്ച് സാധനം എടുക്കുക, അങ്ങോട്ട് പട്ടയ്ക്കുക. നമുക്ക് താടിയൊക്കെ നമ്മൾ തന്നെയാണ്. ഇന്നിപ്പോൾ താടി താടിയൊക്കെ ചെയ്യാറായി. ഇവിടേക്ക് ഇന്നിപ്പോൾ ചെയ്യാന്ന് കഴിഞ്ഞാൽ ഗോൾഡ താടി അടിച്ച് കളയുള്ളൂ. ഉണ്ടാവണ്ടേ നീ ഞാൻ താടി ഷേവ് ചെയ്യാൻ വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നീ ഞാൻ അടിക്കുമോ? ആന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതെ, എല്ലാ ദിവസവും ഷേവ് ചെയ്യാട്ടെ. ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാ ദിവസവും ഷേവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കുരു പോലെയൊക്കെ വരിക എന്നാണ്. പക്ഷെ നോ, യു ഷേവ് എവറി ഡേ. അപ്പം നമ്മുടെ സ്റ്റബിൾസ് തിരിച്ച് നമ്മുടെ സ്കിന്നുമ്പോൾ കുത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പില്ലോന്റെ മുകളിലൊക്കെ കിടക്കുമ്പോൾ തൊപ്പി വയ്ക്കുമ്പോഴൊക്കെ ഈ സ്റ്റബിൾസ് തിരിച്ച് കുത്തി കയറിയിട്ടാണ് കേട്ടോ നമുക്ക് റാഷസ് വരുന്നത്. ചില ആളുകൾക്ക് സ്കിൻ അലർജി ഉണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ അതായത് താടിയാണെങ്കിലും പ്രത്യേകിച്ച് ഇവിടെ കണ്ട നമുക്ക് താടി ഷേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റാഷസ് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. നമ്മുടെ വിചാരം ഇവിടെ നമുക്ക് റാഷസ് വരിക, അലർജി ഒക്കെയാണ്. അല്ല, ഈ ഭാഗം ഇങ്ങനെ വരുമ്പോഴാണ് ആ സ്റ്റബിൾസ് കുത്തിയിട്ടാണ് റാഷസ് വരുന്നത്. സോ ഷേവ് എവറി ഡേ, ദെൻ യു ക്യാൻ മിനിമൈസ് അത്തരത്തിലുള്ള റാഷസ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും എവറി സിംഗിൾ ഡേ I shave. This nude very nice. I love black kudups. Why manakande? നിങ്ങൾക്ക് എനർജി ഇല്ലേ? ഞാൻ നല്ല കോൾഡ് ഷവർ എടുത്തിട്ട് രാവിലെ. എന്തിപ്പോ അങ്ങനെ തോന്നേ ഉള്ളികൾക്ക് എല്ലാവർക്കും? ഞാൻ രാവിലെ മാത്രം കോൾഡ് ഷവർ ഫുള്ള് പൈപ്പ് തിരിക്കില്ല. അന്നിപ്പോ തിരിച്ചിട്ടുണ്ടല്ലോ. മുല്ലപ്പൂമുടി ഏറ്റ് കിടക്കും കല്ലിന് മനസ്സാവരമ്യം അല്ലേ? പിന്നെ ചോദിച്ചു, ഒറ്റയ്ക്ക് ഷേവ് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലവും എങ്ങനെയാണ് കറക്റ്റായിട്ട് ക്ലിയർ ആവണമെന്ന് കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് വെക്കുക. അപ്പം അറിയാൻ പറ്റും എവിടെയാണ് കുറ്റിമുടിയുള്ളത് എന്നുള്ളത്. ബോഡിക്ക് ഉണ്ട്. നമ്മുടെ തല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ട് വന്നു കണ്ടാ. നോ മുഡീസ് എനിവേർ. അടുത്ത പരിപാടി ചില ദിവസം ഞാൻ ഇപ്പോൾ ബ്രഷ് ചെയ്യും, ചില ദിവസം ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. ഞാൻ ഈ സാധനം കൊണ്ടാണ് എപ്പോഴും ബ്രഷ് ചെയ്യുക. എനിക്ക് മറ്റേ ബ്രഷ് വെച്ചിട്ട് പല്ലേച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവാത്ത പോലെ തോന്നും. ഗരിയഞ്ച് കൂട്ടിയാൽ അതുകൊണ്ട് കഴിക്കുള്ളൂ. സോ ദിസ് ഈസ് ഗുഡ് ആക്ച്വലി. സോ എപ്പോഴാണോ പല്ലേക്കാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം പല്ലേക്കുക. അതായത് ഉറങ്ങണേക്കാളും മുന്നേ വിചാരിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പല്ലേക്കുക. നമ്മളൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് അപ്പം തന്നെ പല്ലേക്കുന്ന ആളുകളാണ്. ബട്ട് മേക്ക് ഷുവർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രഷ് യുവർ ടീത്ത്. ഓക്കെ. രാവിലെ തീറ് പാട്ടൊക്കെ ബൂം. അതിടയ്ക്കൊക്കെ നിർത്തും. പക്ഷേ രണ്ടുപേരും പ്രിങ് ഇതേപോലെയായിരുന്നു. എടാ സൗണ്ട് കുറയ്ക്കല്ലേ, അപ്പോൾ കൂട്ട്. നീ എന്താ ഇത്? ഹേ രാസ്മേ, ലെറ്റ്സ് ഗോ നൗ. ടൈം അപ്പ്. ലെറ്റ്സ് ഗോ. ഫൈവ് കോൾ. എന്തൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും സമയം 7:40 ഇവിടെ എത്തുമ്പോഴേക്കും. ഗോൾഡയ്ക്ക് രാവിലെ ഓംലെറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗോൾഡാസ് ലഞ്ച്, പ്രിങ്ങൂസ് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് മുട്ട. മൺകുണ പീസ്. നിങ്ങൾക്ക് സാധാ പ്ലെയിൻ ഓംലെറ്റ് പോരെ, ജസ്റ്റ് മുളക് ഇട്ടിട്ടുള്ള. എൻ്റെ കാലിൻ്റെ ഇടയിൽ കിടന്ന് തിരിഞ്ഞോട്ടെ രണ്ടെണ്ണവും. ഇവിടെ ഇരുന്നാൽ മാത്രമേ ഞങ്ങൾ കരയാണ്ടിരിക്കുള്ളൂ അല്ലേ? റബീഷിൻ്റെ ഒരു വണ്ടി അവിടെ വരുന്നത് ഞാൻ കേട്ടു സൗണ്ട്. ലുക്ക് ഏതാണ് പോയെന്ന് നോക്കിയൊക്കെ. ഫെവിക്കോൾ 11 ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ബാച്ച് കളഞ്ഞോളാം ഞാൻ. ഈസി ഓംലേറ്റ് ഇട്ടാ, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്. ഐ തിങ്ക് ഇറ്റ്സ് ബിറ്റ് കോൾഡ്. എന്നാ നിൻ്റെ മുട്ട. യെസ്, യുവർ എഗ്സ് ആർ റെഡി നൗ.
സൂപ്പർ അടി കേട്ടോ, മുഖത്തേക്ക് എടുത്ത് അടിക്കുന്ന ടൈറ. യശമേ ഇരുന്ന് ചിരിക്കുക. യശമേ അടിയാണോ അവളെ അടിക്കണ? എടാ അതിന് അടി എന്നല്ല പറയാ, സന്തോഷിക്കണം. അടി കിട്ടിയിട്ട് സന്തോഷിക്കണം. നീ എൻ്റെ പോലെയാണോ അച്ഛമ്മേ? അമ്മേ നമ്മ ഇവിടെ ഇരി. ഞാൻ ആ റൂം ക്ലീൻ ചെയ്യുന്നുണ്ട്, പേടിക്കണ്ട. നീ ആദ്യം ജോലിക്ക് പോ. റൂം ക്ലീനിങ് നമുക്ക് പിന്നീട് ചെയ്യാം. സമാധാനമായിട്ട് രാവിലെ പ്രിലിമിനറി കാര്യങ്ങൾ ചെയ്യേ, പ്രയോറിറ്റി പിക്ക് ചെയ്യേ. ഇപ്പം നീ പോണ സമയത്ത് നിനക്ക് ആവശ്യത്തിലധികം സ്ട്രെസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നീ റൂം ക്ലീൻ ചെയ്യുന്ന സ്ട്രെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ്? ഞാൻ നിങ്ങളോട് 100 തവണ പറഞ്ഞിട്ടുണ്ട്, പ്രയോറിറ്റി ലിസ്റ്റ് ആദ്യം ചെയ്യുക. വന്നിട്ട് നമുക്ക് ഉച്ചരിഞ്ഞ് വന്നിട്ട് 5 മണിക്ക് ശേഷം നിനക്ക് ഞാൻ മറ്റേ വീട് ക്ലീൻ ചെയ്യണ തെറി വിളിക്കാനുള്ള അവസരം തരാം. അപ്പോൾ ഒരു പണി കഴിഞ്ഞിട്ടാണ് വരുന്നത്. രാവിലെ പോകുമ്പോൾ ആ ജോലി സ്ഥലത്തെ വയസ്സായ ആളുകൾക്ക് കഞ്ഞി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിച്ചല്ലേ. അവൾ തിന്നില്ല, നിന്റെ ഉടുപ്പിലാക്കി ചിരിക്കാത്. അതിന് കൊടുക്കണ്ടായിന്, വെറുതെ സമയം വേസ്റ്റ്. അതിന് കൊടുക്കണ്ട രാവിലെ. അപ്പോൾ ഇവളുടെ പോർഷൻ കഴിച്ചു. അവൾ 2 സ്പൂൺ തൈര് കഴിച്ചു. ദാറ്റ്സ് ഇറ്റ്. അവൾ രാവിലെ ഇപ്പം എന്തോ മുട്ട കഴിക്കണില്ല, അവൾക്ക് സ്ക്രാമ്പിൾഡ് എഗ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ രാവിലെ കഴിച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ള 2 സ്പൂൺ ഉള്ളത് 2 സ്പൂൺ. ലഞ്ചും ഡിന്നറും ഒക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കും. പിള്ളേരിനെയൊക്കെ കൊണ്ടുവിട്ടു. രാവിലത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. അതായത് എഡിറ്റിംഗ് പകുതിയോളം കഴിഞ്ഞു. പിന്നെ നമ്മുടെ തുണിയെല്ലാം അലക്കിയിട്ട് ഒരു ബാച്ച് തുണിയുണ്ട് ഇവിടെ വിരിച്ചിട്ടുണ്ട്. ഈ തുണി അലക്കി വിളിച്ചിരുന്ന ഈ സമയമില്ലേ, നിങ്ങൾക്ക് ആക്ച്വലി ഓക്ലാൻഡിൽ അല്ലെങ്കിൽ ഓക്ലാൻഡിലെ പെടിമച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വെതർ നോക്കാട്ടോ. ഇന്ന് കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള വെതറാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ഈ സ്കൈ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ ദാറ്റ് വേ യു നോ വാട്ട് എക്സാക്ട്ലി ഹാപ്പനിങ് വൈ വെതർ വൈസ്. ഇവിടെ ഇപ്പോൾ ഗെറ്റിംഗ് കോൾഡായി തുടങ്ങിയിട്ടാണ്. ഇനി കുറച്ച് ദിവസം എനിക്ക് വീട് വിരിച്ചിടാൻ പറ്റുള്ളൂ, പിന്നെ വലിയ വെയിലൊന്നും ഉണ്ടാവില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. നൗ ഇറ്റ്സ് ടൈം ഫോർ മസിൽ ഉരുട്ടൽ. ജിമ്മ് കടയിൽ പോയിട്ട് കുറച്ച് മീൻ കൊണ്ട് മേടിക്കണം. ഒന്ന് കുറച്ച് ഫിഷ് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് മീൻ കറി ഉണ്ടാക്കാം. ഓക്കെ, സീ സൂൺ. ആക്ച്വലി സീ സൂണല്ല, ഇത് ഇന്നലെ ഞാൻ കാണിച്ചു തന്നല്ലേ, നമ്മുടെ ഫ്രോസൺ സീ ഫുഡാണ് കേട്ടോ. ഇതൊന്ന് നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെള്ളത്തിലിട്ടിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അത് വരുമ്പോഴേക്കും ഡീഫ്രോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ക്വിക്ക് ചൗഡർ ഉണ്ടാക്കാം അത് ഉപയോഗിച്ചിട്ട്. ഈസി ചൗഡർ ആക്ച്വലി. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ജിമ്മ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടാ. സമയം 2:15, 3 മണിക്ക് പിങ്ങപ്പനെ വെക്ക് ചെയ്യണം. അതിനേക്കാളും മുന്നേ വി നീഡ് ടു കുക്ക് 2 സ്റ്റഫ്സ്. ഫസ്റ്റ് വൺ ഈസ് എൻ്റെ ലഞ്ച്, അതായത് നമ്മുടെ സീ ഫുഡ് ചൗഡർ സോയ ആയിട്ട് വന്നിട്ടുണ്ട്. ദേ വി ഗോ. ഓക്കെ, പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് മീൻ കറി. ഞാനപ്പോൾ വരണ വഴിക്ക് പാക്ക് ആൻഡ് സേവിൽ നിന്ന് ട്രവലിൽ നമ്മുടെ വറ്റ നാളെ ഡേറ്റ് തീരും. അപ്പോൾ ഇന്ന് ഒരു $1.25 പെർ പാക്കറ്റിന് ലാഭമുണ്ട്. 3 പാക്കറ്റ് വറ്റ മേടിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഫിഷ് കറി ഉണ്ടാക്കണം. കോൾഡ് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴേക്കും ഡിന്നർ റെഡി ആയാൽ വന്ന വശം തന്നെ കുട്ടികൾക്ക് ഡിന്നറും കൊടുത്ത് രാവിലെ അവൾ വർക്കൗട്ട് ചെയ്യാത്ത കാരണം അരമണിക്കൂർ അവൾക്ക് വൈകുന്നേരം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ വി സോർട്ടഡ്. സോ ഡിന്നർ വിൽ ബി റെഡി ബൈ 5:30. നാളെ നമ്മൾ ലാമ്പ് കബാബാണ് ഉണ്ടാക്കുന്നത്. ന്യൂസിലാൻഡ് ബ്യൂട്ടിഫുൾ നൈസ് ലാമ്പ്. ഇന്ന് കുറച്ച് എക്സ്പെൻസീവാണ് ലാമ്പ്. $27 കിലോയ്ക്ക് വില വരുന്നുണ്ട്. പിന്നെ ഗോൾഡൊക്കെ ഒരു ചോക്ലേറ്റ് 70% ഒരു ഡാർക്ക് ചോക്ലേറ്റ് മേടിക്കാൻ പറഞ്ഞു. വിറ്റാക്കേഴ്സാണ് പറഞ്ഞാൽ കിട്ടിയില്ല. ലിൻഡറ്റ് കിട്ടി. അത് മേടിക്കുന്ന കൂട്ടത്തിൽ പിങ്ങപ്പന് ഒരു റോഷെ മേടിച്ചു. ആൻഡ് അവൾക്ക് എന്തോ ഒരു ഡെസേർട്ട് ഉണ്ടാക്കണം, അത് കാരണം പാൽപ്പൊടി മേടിക്കണം എന്ന് പറഞ്ഞു. സോ വി ഗോട്ട് സം പാൽപ്പൊടി, സം ലെമൺസ് ആൻഡ് സം ടൊമാറ്റോസ്. ദാറ്റ്സ് അവർ ലിറ്റിൽ ഷോപ്പിംഗ്. നൗ ടൈം ടു കുക്ക്. അത് നമുക്ക് നമ്മുടെ ചൗഡറിനും അതുപോലെ തന്നെ മീൻ കറിക്കും ഒരു ലേശം ഉള്ളി വേണം കേട്ടോ, ഡൈസ്ഡ്. ആൻഡ് ദിസ് ഈസ് ഫോർ മീൻ കറി, നമ്മൾ ചെറുതാക്കിയിട്ട് തരും. ആൻഡ് ദിസ് ഈസ് ഫോർ ചൗഡർ, കുറച്ച് വെളുത്തുള്ളി. ഓക്കെ, മോർ ദാൻ ഇനഫ്. ഇതും നമ്മുടെ മീൻ കറിക്ക് വെളുത്തുള്ളിക്ക് ഇടാ. ദിസ് ഈസ് ഫോർ ഫിഷ് കറി ടു. അറിയാം ഞങ്ങൾ ഇതിപ്പോൾ കഴുകണില്ലേ എന്നല്ല ഞങ്ങൾ ചോദിക്കാൻ പോയി. വെരി കുൽ സി ദ കിഡ്സ്. യെസ് ഐ ആം. Now I need to crush this. ഇത് മീൻ കറിക്കുള്ള കേട്ടോ. നമ്മുടെ ചൗഡറിനുള്ളത് ഞാൻ ക്രഷ് ചെയ്യണമൊന്നുമില്ല, അതുപോലെ തന്നെ ഇടണേ. ദേ നിങ്ങൾക്ക് അവിടെ അതിൽ കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ക്യാമറയിൽ. നമ്മുടെ ചൗഡറിൻ്റെ, അയ്യോ ചൗഡറിന് ഈ പാത്രമല്ല, സോറി കേട്ടോ, ഇതിലാണേ. ദിസ് ഫോർ മൈ ഫിഷ് കറി. എന്നാ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില. ഫാറ്റ് ഇല്ലാത്ത മീനാണ് കേട്ടോ, വറ്റ. സോ പ്ലെൻറ്റി വെളിച്ചെണ്ണ. ഓക്കെ, ഞാൻ വലിയ 2 സ്കൂപ്പ് ഓഫ്, ഒരു 2.5 സ്കൂപ്പ് ഓഫ് വെളിച്ചെണ്ണ കേട്ടോ. ഇനി നമ്മുടെ മീൻ കട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു വര കാണണ്ട നിങ്ങൾക്ക്, ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. സോ യു ഫ്ലിപ്പ് ദം, ദെൻ യു ഗോ വിത്ത് എ വര. ഓക്കെ, ദിസ് ഇസ് ഫോർ അവർ ഫിഷ് കറി. ഓക്കെ, ഡൺ. നമ്മൾ ഫിഷ് കറിയിൽ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു വെച്ചെങ്കിൽ ഇതിൽ നമ്മൾ ഒഴിക്കണതല്ല ഇടണത് ബട്ടറാണ് കേട്ടോ. ഇവിടെ ഞാൻ ചെറിയ തീയിൽ നമ്മുടെ കറിയുടെ സാധനം വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാണെങ്കിലും ഈ സ്റ്റേജിൽ മീഡിയം ഫയറിലുമാണ് കേട്ടോ ചെയ്യാൻ. ഞാനൊരു ബേ ലീവ്സ് ഇട്ടു. ബ്രൗൺ ആക്കണ്ട കേട്ടോ, സ്വെറ്റ് ചെയ്താൽ മതി. ഇതും നമുക്ക് വഴറ്റേണ്ട കാര്യമില്ല, ഒന്ന് സ്വെറ്റായാൽ മതി. ഇനി നമ്മുടെ കുറച്ച് ഫിഷ് മസാല. തെർവിഗോ ഇങ്ങനെ പതഞ്ഞു വരില്ലേ,
ആ സമയത്ത് നമ്മുടെ കയ്യിൽ നല്ല സൂപ്പർ ഫിഷ് സ്റ്റോക്ക് ഉണ്ട്. ഗോണ ആഡ് സം ബ്യൂട്ടിഫുൾ ഫിഷ് സ്റ്റോക്ക്. ഇനി നമ്മൾ നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. ഞാൻ മീൻ കഴുകിയിട്ടൊന്നുമില്ല. ഈസി ഫിഷ് കറി 10 minutes അഗെയിൻ കുക്കിംഗ് ടൈം. കണ്ട നല്ല വെളിച്ചെണ്ണ വെച്ച കാരണം എണ്ണയൊക്കെ ഇങ്ങനെ കിനിഞ്ഞിരിക്കുന്നത് കണ്ട. സോൾട്ട് പോട്ടാച്ച് കൊഞ്ചം കൂടെ തണ്ണി ഊത്തലാം. തണ്ണിയല്ല നമ്മുടെ ഫിഷ് സ്റ്റോക്ക്. ആൻഡ് ഇറ്റ്സ് ഡൺ. ലെറ്റ് ഇറ്റ് കുക്ക് ഹിയർ. നമുക്ക് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തു. എണ്ണ ചൂട് ബട്ടർ കുറച്ച് കൂടുതലുണ്ട്. 1 സ്പൂൺ മൈദ. ഈ മൈദയുടെ പച്ചമണം വേവണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഓഫ് ചെയ്തിട്ട് കുറച്ച് ഫിഷ് സ്റ്റോക്ക്. നല്ല മണം. എല്ലാ മൈദയും ഒന്ന് ഗൂയി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫിഷ് സ്റ്റോക്ക്. ഒരു കുറവ് തീയിൽ ഈ മൈദ ഒന്ന് ഇരുപടി നിന്നിട്ട് വേവട്ടെ ഏട്ടാ. മീൻ ടൈം നമുക്ക് ഈ ഫിഷ് ഒന്ന് തിരിച്ചിടാം. Oh wow, look at the colors. Very nice. ഇതിപ്പോൾ നമ്മുടെ മൈദ സെറ്റായിട്ട് വന്നില്ലേ? അതിലേക്ക് നമ്മൾ നമ്മുടെ സീ ഫുഡ് ആഡ് ചെയ്തു. ബ്യൂട്ടിഫുൾ. എത്ര നേരം വേണം? ഇനി ഈ സീ ഫുഡിലുള്ള വെള്ളം കൂടി ഇറങ്ങുമ്പോൾ ഇത് ആവശ്യത്തിന് തിക്കാവും കേട്ടോ. ഇതേ നമ്മുടെ ചൗഡർ സെറ്റായി വന്നു. ഇനി അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം. ഓക്കെ, ഒരു 3 minute ഒക്കെ തിളപ്പിച്ചാൽ മതി കേട്ടോ. അഗെയിൻ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. സോൾട്ട് ടോട്ടലി അപ് ടു യു. The easy chowder and little bit of salt. Salt and pepper. Curry ready ഇട്ടാ. There we go. Easy curry 12 minutes. That's it. ഈ നേരത്ത് കറി ഉണ്ടാക്കി വെച്ചാൽ അതൊരു ഗുണം എന്താ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് സെറ്റ് ആവും. എൻ്റെ കറി ലുക്ക് അറ്റ് ദ കറി. ബ്യൂട്ടിഫുൾ വറ്റ കറി. എത്ര നേരം വേണം? സമയം നോക്കിയ സമയം 2:45 ഉള്ളൂ. നമ്മുടെ സീ ഫുഡ് ചൗഡ ഇതിലേ ഞാനൊരു സ്പൂൺ ഇട്ട് ഇളക്കിയപ്പോൾ സ്പൂൺ അങ്ങോട്ട് വീണു. ചോപ്പ് പാഴ്സലി. നമ്മൾ കുറച്ച് പാഴ്സലി മേടിച്ചിട്ടുണ്ട്. കുറച്ച് പാഴ്സലി ഇടാം. പാഴ്സലി ഇടുമ്പോണ്ടല്ലോ നമ്മുടെ സൂപ്പിൻ്റെ ലെവലിൽ ഒരു സ്റ്റെപ്പ് കൂടി ഫ്രണ്ടിൽ കയറും. ബിക്കോസ് ഓഫ് ദ എർത്തിനെസ് ഫ്രം. And you mix. ബ്രെഡ് വേണം നമുക്ക്. ചെറിയൊരു ബ്രെഡ് പ്രയോഷ് പ്രിങ്ങപ്പം കടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. സോ യു ഡിപ്പ് ദ ബ്രെഡ് ഇൻ. ഓഹോ. സോ ദാറ്റ് വാസ് എ ക്വിക്ക് ലഞ്ച് ആൻഡ് ക്വിക്ക് ഡിന്നർ അല്ലേ? ഞാൻ അധികം സോസ് കുടിക്കുന്നില്ല കേട്ടോ. അത് ഫുള്ളോ. ഞാൻ ഈ ചൗഡറിൻ്റെ ഒരു പ്രോപ്പർ റെസിപ്പി കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട്. 2 വർഷമായിക്കണം. പക്ഷേ ബ്ലഡി ഗുഡ് സൂപ്പ്. പീസും മുതല. ആ ഒരു പാക്കറ്റ് 250 gram മീറ്റാണ്. സോ ഐ ആം ഈറ്റിംഗ് ദ ഫുൾ ഓഫ്. അപ്പോൾ ഐ ഗെറ്റ് മൈ പോർഷൻ. കുറച്ച് സൂപ്പ് ഞാൻ ബാക്കി വെച്ചിട്ടാണ്. കാരണം എനിക്കിത് അധികം കഴിച്ച് ഞാൻ മടുക്കും. ഞാൻ ഇന്നത്തെ പറഞ്ഞ പോലെ എത്ര ചെയ്താലും മതി വരാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് തന്നെ സീ ഫുഡ് പവർ. നിർത്താൻ പറ്റുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ്. അതിൻ്റെ റിച്ച്നെസ് ഉണ്ടല്ല. ഒന്ന് 2 പീസ് കൂടി ഉണ്ട്. ആർക്കും ഇത് കൊടുക്കാൻ തരില്ല. സീ ഫുഡ് ഇൻടോളറൻസ് ഉണ്ട് ഇവർക്ക്. ലഞ്ചിലാണ് മറ പയ്യോ. അതിനേക്കാൾ മുന്നേ വാട്ട് യു ഗൈസ് തിങ്ക്? എൻ്റെ മീൻകറി അടച്ചിട്ട് അല്ലെങ്കിൽ അതിലൊന്ന് ഈച്ച തൂറിയ ആ പണി കഴിഞ്ഞു. ഐ ഗോ ആൻഡ് ഗെറ്റ് പിങ് പാൻ. ചൂടോക്കന്നെ അത് കഴിച്ചിട്ട് വേർത്തു. നോക്കിയേ മഴ പെയ്യോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ നോക്കിയേ. നോക്കിയേ മഴ പെയ്യോ? അയ്യോ മഴ പെയ്യോന്നല്ല, മഴ പെയ്യുന്നുണ്ട്. ഞാൻ തുണി എടുത്ത് വയ്ക്കട്ടെ. 2 മിനിറ്റ് തുണി ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വന്നിട്ട് വിരിച്ചിട്ട് അത് ഉണങ്ങിയിട്ടില്ല. തൽക്കാലം ഇത് നിലത്തേക്ക് ഇട്ടിട്ട്. കാരണം ഒറ്റ കൊട്ടയില്ല വീട്ടിൽ. എല്ലാ കൊട്ടയിലും തുണിയെന്ന് അറിഞ്ഞിരിക്കുന്നത്. ആരോ എന്നോട് കമൻറ്റ് അടിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ നിങ്ങളെ വെറുതെ ചേച്ചി ചീത്ത വിളിക്കണത് ഈ നിലത്ത് തുണി ഇടുന്ന കാരണം അത്. ഗൈസ് റിമെമ്പർ, ഇവിടെ ഒരു ചെളിയില്ല കേട്ടോ. ഒരു പൊടി പോലും ഇല്ല. അന്തമാതിരി സ്ഥലം. ഇത് തുണി ബാച്ചെല്ലാം ഉണങ്ങി. ഞാൻ വരുമ്പോഴേക്കും മഴ പെയ്താലേ എടുത്ത പണിയൊക്കെ വെറുതെയോ. തുണി എടുത്തു ഗൈസ്, തുണി എടുത്തു. അല്ലെങ്കിൽ റിസ്ക് എടുക്കുന്നത് റിസ്ക് സാപ്പിടുന്ന മാതിരി. ഇത് നമുക്ക് ബാക്കി ഡ്രയറിലിടാം. ഓക്കെ, സ്റ്റിൽ 3 o'clock. ഇതിൻ്റെ സമയം പോകാത്തല്ലേ? എൻ്റെ വീട്ടിലെ ക്ലോക്കിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് ഐ ഹാവ് 48 hours in a day. Bloody stupid. Yes, ma'am. Hi. Hello. Darling, 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 നീ എനക്കൊരു ലവിങ് സ്റ്റാർ. ഇണങ്ങും പിണങ്ങും കിലുക്കാൻ പെട്ടി എന്നെ നിനക്കു കിട്ടി. അതെങ്ങനെയുണ്ട്? ഇൻ റിയൽ സോങ് നിന്നെ എനിക്ക് കിട്ടിയെന്ന. പക്ഷേ ഞാൻ പാടിയത് എന്നെ നിനക്ക് കിട്ടി. Because you are bloody lucky. He's gonna be like this. Your friend ന്റെ അമ്മ പോണു. Hello, sir. അടുത്ത ഫ്രണ്ട്. Hello, sir. Hello, sir. താരക കുഞ്ഞുങ്ങൾ
ഓക്കെ, അപ്പം ഞാനേ ബാക്കിയുള്ള തുണിയെല്ലാം കൂടി ഡ്രയറിൽ ഇടാൻ പോവാ കേട്ടോ. പിന്നെ ആരോ ചോദിച്ചു ഇത് 2 വാഷിംഗ് മെഷീൻ ആണോ എന്ന്. അല്ല കേട്ടോ, ഒരെണ്ണം ഡ്രയറാണ്. എന്തിനാണ് 2 വാഷിംഗ് മെഷീൻ ഒരു വീട്ടിൽ? അതല്ല, ഇത് അത്യാവശ്യം വലുതാ. എത്ര ലിറ്റർ ഉണ്ട് ഇത്? 7.5 kg and this one 9 kg. ഓക്കെ, look at this clean kitchen. ഓക്കെ, ഇന്ന് നമ്മൾ പ്രിങ്ങൂനൊരു ബ്രേക്ക് കൊടുത്തു. ഡിഷ് വാഷിംഗ് മെഷീനിലെ ഡിഷസും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ മാറ്റി. ഇനി അവളെ തന്നെ വിളിച്ചുകൊണ്ട് നിന്നാൽ നേരം വൈകും. പരമാവധി അവളത് കാണാത്ത പോലെ നടക്കും. അത് വേറെ കാര്യം. എല്ലാ ദിവസവും അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ വേഗം ചെയ്ത് അവസാനിപ്പിച്ചു. ഇത് കഴിഞ്ഞാൽ 2 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് ഓഫീസ് വർക്ക് ഉണ്ട്. വ്യാഴാഴ്ച മുതൽ ലൈസൻസിൻ്റെ പരിപാടി ഇതൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പേപ്പർ വർക്കും സാധനങ്ങളെല്ലാം റെഡിയാക്കാണ്ട്. ആൻഡ് മൈ കോഫി, യു സീ ദിസ് 30 second കോഫി. വി ഗോ. കുറച്ച് കോൾഡ് വാട്ടർ. ഡു നോട്ട് ഡ്രിങ്ക് വെരി ഹോട്ട് കോഫി, യു ഗെറ്റ് ക്യാൻസർ ദാൻ ഈറ്റിംഗ് ബീഫ്. ചൂട് ചായ മുത്തി കുടിച്ചാൽ ക്യാൻസർ വരും. തെറിയുമാ? ക്യാൻസർ വരുമല്ല, ക്യാൻസർ വരാം. കാർസിനോജനിക് സബ്സ്റ്റൻസസ് 2A. ചൂട് ചായ. യു ഡോണ്ട് സ്ലീപ്പ് വെൽ, യു ഗെറ്റ് ക്യാൻസർ. യു മേ ഗെറ്റ് ക്യാൻസർ. ക്യാൻസർ വരാം. அந்த மாதிரி பிரச்சனை இருக்கிறாது. So add some cold water in your coffee and drink. Always drink below 55. Here I am. ഞങ്ങള് കുട്ടികളെ പിക്ക് ചെയ്ത് വന്നോട്ടെ. ഞങ്ങൾക്ക് വലിയൊരു പാട്ടുകാരി ഉണ്ട് ഇവിടെ. ദേവദൂതനിലെ പാട്ടാണ് എപ്പോഴും പാടുക. എന്നെയാണെന്ന് വിചാരിക്കും. ആ കടാ കണ്ടാ കണ്ടാ, നിങ്ങളിങ്ങനെ പാടി അറ്റൻഷനൊക്കെ പിടിക്കും. ഞങ്ങൾക്ക് ഒട്ടുകാരും ഉണ്ട്, പാട്ടുകാരും ഉണ്ട്, എല്ലാം ഉണ്ട് ഞങ്ങൾക്ക്. Your favorite today fish curry. ഏറയുടെ ഫേവറേറ്റ് ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലത്തെ ചമ്മന്തി ഉണ്ട്. പിന്നെ എല്ലാം പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ. എവറിത്തിങ് ഡൺ. നീ വരിക, എക്സസൈസ് ചെയ്യുക. താങ്ക് യു മാം. ഞാൻ നോക്കട്ടെ. എന്താ പണി കഴിഞ്ഞ ഒന്നൊന്ന്. എന്റെ പണി പടുത്ത് തീരും എന്നൊക്കെ നീ വിചാരിക്കും. അട്ടയുടെ ബാക്കി ഞാനൊക്കെ അന്താഴം വേണ്ടി മുറിച്ച മുറി കൂടുന്ന കേട്ടിട്ടില്ലേ നീ? ഓക്കെ, എന്റെ ഫിഷ് കറി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞു. നോക്കി ഞാൻ. കടുക് പൊട്ടിച്ചില്ല? അല്ല ചോദിച്ചു. നശിപ്പിച്ച്. ഓ, നിങ്ങൾ കടുക് പൊട്ടിക്കില്ലല്ലേ? ഇല്ല, ഞങ്ങൾ തൃശ്ശൂർക്കാർ ഗൈസ്. കടുക് പൊട്ടിച്ച മീൻകറിയാ നല്ലത്. അറിയില്ല മോൻ, ഇതിന്റെ മോളിൽ കടുക് പൊട്ടിച്ച് നിന്റെ ചകളാമ പറഞ്ഞ പൊട്ടിക്കുമ്പോ കടുക് പൊട്ടിക്കും. Okay, can I show you? ഭയങ്കര ഹംഗ്രി കേട്ടോ. നൈസ്. എച്ചുമുട്ട എന്നിട്ടാ ഫിഷ്, ഐ മീൻ 1.5 ടേബിൾ സ്പൂൺ റൈസ്, നമ്മുടെ ഇന്നലത്തെ പുഴുക്കലരി ചോറ്, പിന്നെ 2 നമ്മൾ കട്ട് ചെയ്ത മീൻ കണ്ടില്ലേ, ആ സൈസ് മീൻ, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇന്ന് ഇവരുടെ ഫുഡ്. മൊങ്കോൾഡ ആൻഡ് ദ കിഡ്സ് പറഞ്ഞില്ലേ, അച്ഛമ്മ കൂടെ വന്നാൽ ആദ്യം കാളേനെ നോക്കൂ. നിങ്ങളുടെ അച്ഛമ്മ അങ്ങോട്ടധികം പോകണ്ട കേട്ടോ, അമ്മയുടെ ഡമ്പൽ തലയിൽ വന്നിടിക്കും. യു ഗൈസ് ക്യാൻ ഡു സം ട്രെയിനിങ് വിത്ത് ദ കേബിൾസ് ആക്ച്വലി. ലോ വി ഗോ. എത്ര മിനിറ്റിൻ്റെ വർക്കൗട്ടാണ് ചെയ്യണേ? വലിക്ക്. സ്റ്റോപ്പ് പുള്ളിങ് ദിസ് ലിപ്പ്. ദാറ്റ്സ് ദ വൺ. ദാറ്റ്സ് എ ഗുഡ് ട്രെയിനിങ്. അപ്പോൾ 1/2 hour വർക്കൗട്ട് യൂട്യൂബിൽ നിന്ന് ഏതെങ്കിലും പിക്ക് ചെയ്യുക, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക റേദർ ദാൻ കാർഡിയോ മോശമെന്നല്ല. വൈകുന്നേരം നമുക്ക് എപ്പോഴും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണതാണ് നല്ലത്. സോ വെയ്റ്റ്സ് എടുത്തിട്ട് ഡു സ്ട്രെങ്ത്. സോ യു സ്റ്റിൽ ബേണിങ് കാലറീസ് ത്രൂ ഔട്ട് എ ഹോൾ ഡേട്ടാ റേദർ ദാൻ നമ്മുടെ കാർഡിയോ. സോ പിക്കപ്പ് എനി വർക്കൗട്ട്. ഇനിയിപ്പോൾ വെയ്റ്റ്സ് ഇല്ല വെച്ചെങ്കിൽ ബോഡി വെയ്റ്റ് വർക്കൗട്ട് ചെയ്താലും മതി. ടൈം ലാപ്സ് വീഡിയോ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടായിരുന്നു. ഞാനത് റെക്കോർഡ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഇവർ പുഴു പോണ പോലെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇങ്ങനെ വരുന്ന കാണാനായിട്ട് അല്ലേ. സോ കൂൾ. എനിക്കറിയായിരുന്നു അങ്ങനെ ആയിരിക്കുന്നു. നമ്മൾ ടൈം ലാപ്സ് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ലേ പിള്ളേരൊക്കെ? എന്താ മണക്കണ്? ഒരു അപ്പിരുമണം വരുന്നുണ്ട്. സ്മെല്ലൊക്കെ ഷിറ്റ്. കറക്റ്റ് വളി കിട്ടു. ഐ തിങ്ക് അതല്ല, ഞാൻ ആക്ച്വലി ഒരു ചെടിച്ചട്ടി പോയി ഗൈസ്, ചെടിച്ചട്ടി പോയി. പക്ഷേ നല്ല വിശപ്പ് കഴിക്കാം. I want to eat some fish curry. So this is for my dinner. ഒരു 240ഓളം അല്ലെങ്കിൽ ചുരുങ്ങിയത് 250 ഗ്രാമെങ്കിലും മീൻ വേണം കേട്ടോ. ഞാൻ കാപ്സിന് കാര്യം പറഞ്ഞാൽ ഒന്നും തന്നെ എടുക്കണില്ല.
this is Goldas food. So again, same thing, 200 to 250 grams of protein. Okay, and നല്ല മീൻചാറ്. ഓഹോ, look at that. തൈര് വേണോ ഗോൾഡേ? നമ്മൾക്ക് പറ്റി. അവക്കവിടെ തന്നെ കഴിച്ചാലോ? വേണ്ട, ഇതിൽ ആവശ്യത്തിന് നെയ്യുണ്ട്. പയർ തോരൻ, യോഗട്ട്, മീൻകറി. എപ്പോഴും മീൻകറി വയ്ക്കുമ്പോൾ സ്പെഷ്യലി നെയ്യ് കുറഞ്ഞ മീനാണെന്ന് വെച്ചെങ്കിൽ, ഹമൂറൊക്കെ നെയ്യുള്ള മീനാണ്, തിരുത നെയ്യുള്ള മീനാണ്. You have to have enough fat in it. So when you are eating fatty food, cut down on your carbs. Wow, I miss my ചോറ്. മോനെ എനിക്ക് കുറേ ചോറിട്ടെന്ന് തോന്നുന്നു. ഇല്ല. നമ്മൾ സത്യത്തിൽ നാട്ടിൽ നിന്ന് വന്നിട്ട് ചോറും മീൻകറി തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു അല്ലേ? ഇത് അല്ല, ഇതുപോലത്തെ കറി ആദ്യമായിട്ട് ഉണ്ടാക്കണേ. ഇത് നീ പഠിച്ചാ മെന്നിന് എത്ര ഹോർമോൺ ഉണ്ടെന്ന് പഠിച്ചാ? ഞാൻ നോക്കിയില്ല. മോനല്ലേ പറഞ്ഞു, കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. മോൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ വളരെ സന്തോഷത്തോടെ മുന്തിരി മേടിച്ച് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ പഞ്ചസാരയുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ മുന്തിരി. ഓക്കെ, 100 ഗ്രാംസിൽ അപ്രോക്സിമേറ്റ്ലി നോക്കിക്കോളെ. നല്ല ഭംഗിയുണ്ടല്ലേ? ഇതെങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കണോ? ജനറ്റിക്കലി മോഡിഫൈഡ് ആണോ? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിരിക്കും, പക്ഷേ ചെറിയ ഒരു മുന്തിരി ഇതിൽ നിന്ന് പറഞ്ഞു വീണു. സോ ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ ഡിന്നർ കഴിക്കുന്നുണ്ട്, ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മുന്തിരി കഴിക്കണ്ട. അല്ല വെച്ചെങ്കിൽ ഒരു 4 മുന്തിരി പിന്നെ ഇത് കഴിക്കും. ഇത് എന്തെങ്കിലും മധുരം നോട്ടെ. ആരാ തിന്നണേ? നമ്മുടെ ഗോൾഡ് എന്താ പേര്, അമേരിക്കൻ ഗ്ലോബ് എന്ന് പറഞ്ഞ മുന്തിരി ഇല്ലേ, ആ സെയിമിന്റെ പച്ച ടേസ്റ്റ്, പക്ഷെ നോക്കുരു. അപ്പൊ നീ ഗോൾഡ് ബൂംബാങ് പറയാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇന്ന് ഗോൾഡ് ബൂംബാങ് പറയണില്ല, ഷീസ് ഓൾറെഡി ബൂംബാങ്. അപ്പോൾ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ.